അയൽവക്കക്കാരൻ ഞങ്ങൾ തമ്മിൽ അത്ര അടുപ്പത്തിലല്ല. ഞങ്ങൾ തമ്മിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെ സംഭവിച്ചാലും ഞങ്ങൾ വരില്ല. എത്ര നാടകം കളിച്ച് വിളിച്ചാലും ഞങ്ങൾ വരില്ല. ഇറങ്ങിപ്പോ. നീ ഇവിടെയുള്ള ഏത് വീട്ടിലേക്ക് പോയാലും അവര് വരില്ലെന്നേ പറയൂ. വെറുതെ എന്തിനാ മോളെ? എന്നോടൊന്നും തോന്നല്ലേ. അവനെ താനെന്താ ആലോചിക്കുന്നേ? നാളെ ആ വ്രതം എങ്ങനെ നടത്തണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വീട്ടിലുള്ളവരെ ക്ഷണിച്ചപ്പോ വാശി കൊണ്ട് ദേഷ്യം കൊണ്ട് ഒരു വരില്ലാന്ന് പറഞ്ഞു. എന്നാ പുറത്തുള്ളവരെ ക്ഷണിക്കാന്ന് വിചാരിച്ചപ്പോ ലാവണ്യം കൂട്ടർ ഓരോ വീട്ടിലും ചെന്ന് വ്രതത്തിനാരും വരരുതെന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് വന്നു. എന്ത് വേണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഇങ്ങനൊരു സമയത്ത് വ്രതം നടത്തേണ്ട ആവശ്യമുണ്ടോ? ഈ വ്രതം മാറ്റിവെക്കേ, എന്നിട്ട് തൽക്കാലം വേറെന്തേലും പൂജ നടത്താം. ഇല്ല ചേട്ടാ, എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് ഈ ചടങ്ങ് നടത്തണം. ഒരു തവണ മനസ്സിൽ തോന്നിക്കഴിഞ്ഞാ യാത്ര വേണമെങ്കിലും നമുക്ക് മാറ്റിവെക്കാം. പൂജകളെ മാറ്റിവെക്കരുത്. ചടങ്ങുകൾ തീർത്ത് നന്നായി പ്രാർത്ഥിച്ച് ആ പൂജ നമ്മൾ നടത്തിയില്ലെങ്കിൽ, അത് നിറവേറ്റിയില്ലെങ്കിൽ എത്ര വലിയ പാപമാണതെന്ന് ഈശ്വരന് മാത്രമേ അറിയൂ. എങ്ങനെയെങ്കിലും ഞാനതൊന്ന് നടത്തിക്കോളാം ഏട്ടാ. ആരും വരില്ലെങ്കിൽ പിന്നെ എങ്ങനെ നടത്തുക? എനിക്കൊരു പിടിയും കിട്ടുന്നില്ല അവനി. ഹലോ അവനി, നാളെ വ്രതം നടത്താൻ എല്ലാം തയ്യാറായോ മോളെ? തയ്യാറാക്കിയാലും ഒരു പ്രയോജനം ഉണ്ടാവില്ലെന്ന് തോന്നുന്നത്. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? വീട്ടിലുള്ളവരാണെ വരില്ലെന്ന് പറഞ്ഞു. അവര് വരില്ലെങ്കിൽ പുറത്തുനിന്ന് ആരെങ്കിലും വിളിക്കും. നീ പുറത്തുള്ളവരെയും അവര് പറഞ്ഞു വിലക്കി കളഞ്ഞു. ഈ സമയത്ത് എന്റെ കൂടെ നിൽക്കാൻ നിങ്ങളെ ഉള്ളൂ ചേച്ചി. ഞാനെന്താ ചെയ്യണ്ടേ? നാളെ നിങ്ങളെ വീട്ടിലേക്കൊന്ന് വരണം. നിങ്ങളുടെ കൂടെ ചടങ്ങ് നടത്താൻ വേണ്ടുന്ന 10 പേരെയും കൂടെ കൊണ്ടുവരണം. അപ്പോ 11 പേര് തികയും. വ്രതം മുടങ്ങില്ല കേട്ടോ ചേച്ചി. എനിക്കതിന് കഴിയില്ല മോളെ. അവിടെ നമ്മുടെ പരിചയത്തിലുള്ള ബന്ധുക്കളും കുടുംബക്കാരും അമ്മായിമാരും അങ്ങനെ ഒരുപാട് പേരുണ്ടല്ലോ. നമ്മൾ എന്ത് ഫംഗ്ഷന് വിളിച്ചാലും അവര് വരാറുണ്ടല്ലോ. പിന്നെ എന്താ ചേച്ചി പ്രശ്നം? അതില് കുറച്ചു പേര് നിന്റെ അളിയന്റെ സ്വഭാവം കാരണം ഈ വീട്ടിലേക്കുള്ള വരവ് പോലും നിർത്തി. വേദവതിയമ്മയുടെ വീട്ടിലേക്കാണെന്ന് പറഞ്ഞാലും വരില്ല. ബാക്കി കുറച്ചു പേര് 2 ദിവസം മുമ്പാ ഒരു തീർത്ഥയാത്രയ്ക്കെന്ന് പറഞ്ഞു പോയത്. ഇങ്ങനെ ഒരു സമയത്ത് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ ഞാൻ എന്ത് ചെയ്യും ചേച്ചി? എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിന്റെ അവസ്ഥ ആലോചിക്കുമ്പോ എനിക്ക് നല്ല വിഷമമുണ്ട്. നീ പൂജ നടത്തിയിട്ട് കാണിക്ക കൊടുത്തില്ലെങ്കിൽ അതിന് ഗുണം ഉണ്ടാവില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? നിന്റെ വീട്ടിലുള്ളവര് വരുന്നില്ലെങ്കിൽ വരണ്ട. പക്ഷെ പുറത്തുള്ളവരോട് എന്തിനാ വരണ്ടെന്ന് പറഞ്ഞേ? എന്തൊരു കഷ്ടം ഇതൊക്കെ. ചേച്ചി ഒരു കാര്യം ചെയ്യാമോ? എന്താ? എന്റെ മനസ്സിലുള്ളതുപോലെ ചെയ്ത 11 സ്ത്രീകള് വന്ന് കാണിക്ക സമർപ്പിക്കുന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ഞാൻ പറയുന്ന പോലെ ചെയ്യാവോ? ആ പറയാവനി. പറഞ്ഞത് മനസ്സിലായില്ലേ ചേച്ചി? മനസ്സിലായി മോളെ. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാം നടക്കുമോ? നടക്കുന്ന തന്നെയാ തോന്നുന്നത്. ശരി, നീ പറഞ്ഞതുപോലെ തന്നെ എല്ലാം ചെയ്യാം. ബാക്കിയെല്ലാം ഈശ്വരൻ നോക്കിക്കോളൂ. ശരി, വെക്കട്ടെ ചേച്ചി. ശരി മോളെ. എല്ലാം ഞാൻ പ്രതീക്ഷിച്ചതുപോലെ നടന്നാ നാളെ കാണിക്ക കൊടുക്കാൻ കഴിയും. പറ്റിയില്ലെങ്കിൽ പിന്നെ എന്റെ അവസ്ഥ എന്താവും? നിഹാരിക, പറഞ്ഞോളൂ പൃഥ്വിരാജേട്ടാ. അയൽവക്കത്തെ കുട്ടി ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ നന്നായിട്ട് നടത്തുന്നുണ്ട്. അവൾ ഒരുക്കട്ടെ ചേട്ടാ. നടക്കാത്ത ചടങ്ങിന് എത്രയൊക്കെ അലങ്കാരങ്ങൾ നടത്തിയാലും എന്തെങ്കിലും പ്രയോജനമുണ്ടോ? നമ്മൾ ചടങ്ങിന് വരില്ല എന്ന് പറഞ്ഞു.
എന്നിട്ടും അവൾ എന്ത് ധൈര്യത്തിലാണ് ഈ ഒരുക്കങ്ങളൊക്കെ നടത്തുന്നത്? പുറത്തു നിന്ന് ആളെ വിളിക്കുമെന്നും അവള് പറഞ്ഞു. അവര് വരുമെന്നുള്ള ധൈര്യമാണോ ഇത്? പുറത്തു നിന്ന് ഒരുത്തി ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല. അതെങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റും? ഇന്നലെ ഞങ്ങൾ ഓരോ വീട്ടിലേക്കും പോയി അവർക്കെല്ലാം വാർണിംഗ് കൊടുത്തിട്ടാ വന്നത്. അതെയോ? ചിലർ അമ്മയോടുള്ള ബഹുമാനം കൊണ്ടും ചിലര് ഞങ്ങളോടുള്ള പേടി കൊണ്ടും വീടിനകത്തേക്ക് കാലെടുത്ത് വെക്കില്ല. ഇന്നലെ അവള് ക്ഷണിക്കാൻ പോയപ്പോ തന്നെ എല്ലാരും മുഖത്ത് നോക്കി വരില്ല എന്നങ്ങോട്ട് പറഞ്ഞു കാണും. അതുകൊണ്ടാ ആ ആവനിയുടെ മുഖത്ത് ഒരു തിളക്കവും ഇല്ലാത്ത. ഇതുവരെ പുറത്തുനിന്ന് ഒരു പെണ്ണുപോലും വരാത്ത സ്ഥിതിക്ക് ആവനിക്ക് 11 പേർക്ക് കാണിക്ക കൊടുക്കാൻ സാധിക്കേയില്ല. അപ്പൊ ആവനിന്റെ ഈ ഒരുക്കം മുഴുവൻ വെറുതെയായി പോവും. ഞാനിവിടെ ഒരുപാട് വിശ്വാസത്തോടെ വേണ്ട ഒരുക്കങ്ങളെല്ലാം നടത്തുന്നുണ്ടെങ്കിലും ഞാൻ വിചാരിക്കുന്ന പോലെ എല്ലാം നല്ല പോലെ തന്നെ നടക്കൂ. 11 പേരൊക്കെ ഇന്നിങ്ങോട്ടേക്ക് വരൂ. ശ്രീകരേട്ടൻ പുറത്തു പോയതാണ്, ഇതുവരെ എത്തിയില്ലല്ലോ. അയൽവക്കത്തെ കുട്ടി പൂജയുടെ തിരക്കിലാ. അയൽവക്കത്തെ ചേട്ടൻ ഇത് എങ്ങോട്ടാ പോയത്? അപ്പുറത്തെ ചേട്ടൻ എന്തൊക്കെയോ കൊണ്ടുവന്നിട്ടുണ്ട്. കാര്യം എന്താണെന്ന് ഞാൻ നോക്കിയിട്ട് വരാം. നിങ്ങളെല്ലാരും ഇവിടെ തന്നെ നിന്നോ. ആ ഇതാ അവനി. ഞാൻ പറഞ്ഞതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടോ? എല്ലാം ഇതിലുണ്ട്. നമ്മുടെ കല്യാണം എല്ലാവരും അറിഞ്ഞതിന് ശേഷം നടത്തുന്ന ആദ്യത്തെ വ്രതമായതുകൊണ്ട് ഈ പട്ടുവസ്ത്രങ്ങൾ നമുക്ക് അച്ഛനും അമ്മയ്ക്കും കൊടുക്കാം. ഇത് പൃഥ്വിരാജ് ചേട്ടനും വസന്ത ചേച്ചിക്കും കൊടുക്കാം. ഇത് നമുക്ക് വലിയേട്ടനും ചേച്ചിക്കും കൊടുക്കാം. ഇത് നമുക്ക് കാവ്യക്കും നിഹാരിക്കും കൊടുക്കാം. അവനി അവനി ബാക്കി എല്ലാവർക്കും കൊടുക്കാം. ആ നിഹാരികയ്ക്ക് ഇത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? കൊടുക്കണോ ഏട്ടാ? രാവിലെ എണീക്കുന്ന സമയം തൊട്ട് രാത്രി ഉറങ്ങാൻ പോകുന്നത് വരെ തന്നെ ഇനി എങ്ങനെയൊക്കെ ദ്രോഹിക്കണമെന്നും വേദനിപ്പിക്കണമെന്നും പ്ലാൻ ഇടുന്ന ആ നിഹാരികയ്ക്ക് ഇതൊക്കെ കൊടുക്കേണ്ട ആവശ്യമുണ്ടോന്നാ ഞാൻ ചോദിച്ചത്. ആ നിഹാരികയ്ക്ക് കൊടുക്കുന്നതിനേക്കാളും പാവപ്പെട്ടവർക്ക് ആർക്കെങ്കിലും കൊടുക്ക്. ശരി, ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു. ബാക്കിയൊക്കെ തന്റെ ഇഷ്ടം. നമ്മളെപ്പോഴും നിഹാരിക്കയുടെ നല്ലത് മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. നല്ലൊരു ജീവിതം അവളായിട്ട് തന്നെ നശിപ്പിച്ച് കളയരുതെന്ന് അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പറഞ്ഞിട്ട് അവള് കേൾക്കുന്നില്ല. അതവളുടെ വിധി. നമ്മൾ എന്ത് ചെയ്യാനാ? ഞാൻ എന്തായാലും ചടങ്ങിന്റെ ഭാഗമായിട്ട് എല്ലാവർക്കും വസ്ത്രങ്ങൾ കൊടുക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വസ്ത്രം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് എന്റെ ഗ്യാങ്ങിനെ എത്രയും വേഗം അറിയിക്കണം. താനെല്ലാ ഒരുക്കങ്ങളും നടത്തുന്നുണ്ട്. പക്ഷെ ഇതുവരെ ഇങ്ങോട്ട് ആരും വന്നില്ലല്ലോ അവനി. അവരാണെങ്കിൽ പുറത്തുനിന്ന് ആരോടും വരണ്ട എന്നും പറഞ്ഞു. താൻ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുവോ? ഒരു വശത്ത് ഭയം, മറുവശത്ത് വിശ്വാസം. എല്ലാം ഞാൻ അമ്മയെ ഭരമേൽപ്പിച്ചതാണ്. ഏട്ടൻ പോയി പെട്ടെന്ന് പൂജയ്ക്കുള്ള വസ്ത്രങ്ങൾ ധരിച്ചു വാ. ശരി അവനി, വേഗം വാ. അതാണ് കാര്യം. ശ്രീകരനാണെങ്കിൽ നിന്നോട് വലിയ ദേഷ്യമുണ്ട് നിഹാരിക. എല്ലാം എന്റെ വിധിയാ. ശ്രീകരേട്ടൻ മറന്നുപോയ കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ കല്യാണത്തിന് ശേഷം ഓർമ്മ വന്നാ മതിയായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചതെല്ലാം സംഭവിച്ചേന്. എന്താ ഇവിടെ നടക്കുന്നത്? അതെ അമ്മേ, നമ്മൾ ആരും വ്രതത്തിന് കൂടില്ലെന്ന് പറഞ്ഞിട്ടും ആവണി അവിടെ എല്ലാ ഒരുക്കങ്ങളും നടത്തിയിട്ട് നമുക്ക് എല്ലാവർക്കും ഉള്ള വസ്ത്രങ്ങൾ വാങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് വാങ്ങിയത് നിങ്ങളൊന്ന് കണ്ടു നോക്കണം.
നിങ്ങളും അച്ഛനും അതൊന്ന് ധരിച്ചാ രണ്ടാളുടെയും പ്രായം ഒരു 2-3 വയസ്സ് കുറയുന്നുള്ള കാര്യം ഉറപ്പാ. നിങ്ങൾ ഓവറാക്കല്ലേ. അയ്യോ സത്യം വസന്ത, നമുക്ക് കൊണ്ടുവന്ന വസ്ത്രവും കൊള്ളാം. നീ ആ സാരി ഉടുത്തു കഴിഞ്ഞാ ഹീറോയിനെ പോലെ ഉണ്ടാകും, എന്നെ കാണാൻ സിനിമാ നടനെ പോലെ ഉണ്ടാകും. എനിക്കുണ്ടല്ലോ ആ വസ്ത്രമൊക്കെ വാങ്ങിയാൽ കൊള്ളാന്നുണ്ട്. അളിയാ, ഈ വീട്ടിലെ മരുമകനല്ലേ നിങ്ങള്, ഇങ്ങനെ നാണം കെടുത്തുന്നത് എന്തിനാ? അതുകൊണ്ടല്ല അളിയാ. നിങ്ങളൊന്നും മിണ്ടായിരിക്കോ. അമ്മേ, എന്താ മോളെ? അവൻ ഈ ചടങ്ങിന് വേണ്ട എല്ലാം തയ്യാറാക്കുന്നുണ്ടല്ലോ. ഇനി അഥവാ അവസാന നിമിഷത്തിൽ നമുക്ക് എല്ലാവർക്കും പോകേണ്ട ഒരു അവസ്ഥ വന്നാ അമ്മ ഇത്രയൊക്കെ ഇല്ലെന്ന് പറഞ്ഞാലും മരുമകളാണെന്നുള്ള സ്നേഹം കാണിക്കില്ലല്ലോ. അതൊരു നല്ല ചോദ്യം നിഹാരികെ. നമ്മുടെ അമ്മ എത്രയൊക്കെ വാശി കാണിച്ചാലും അവസാന നിമിഷം വളരെ എളുപ്പത്തിൽ ആ വാശി അങ്ങ് മാറ്റിവെക്കും. അത് നമ്മുടെ അമ്മയുടെ ഒരു പ്രത്യേക സ്വഭാവമാ. ഇനി നിങ്ങള് അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കളയുവോ അമ്മേ? അതെ അമ്മ, 2-3 തവണ നിങ്ങള് ആവനിയെ ഈ വീട്ടിൽ നിന്നും പിടിച്ചു പുറത്താക്കി, പിന്നെയും വീട്ടിലേക്ക് തിരിച്ചു വിളിച്ചു. ഇപ്പോഴും നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കളയുമോന്നാ ഞങ്ങളുടെ സംശയം. നിങ്ങളെങ്ങാനും അങ്ങനെ ചെയ്തു കഴിഞ്ഞാ നിങ്ങളോടുള്ള ബഹുമാനം വരെ ഞങ്ങൾക്ക് ഇല്ലാതെയാകും. മുമ്പ് സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങളും ഇപ്പൊ സംഭവിക്കുന്നതും തമ്മില് കൂട്ടിക്കുഴയ്ക്കരുത്. അപ്പൊ അവർ എന്റെ അടുത്ത് സത്യം മറച്ചു വെച്ചു. അതുകൊണ്ട് അവര് ചെയ്തത് തെറ്റായും അറിവില്ലായ്മയുമായി മാറി. സത്യം പറഞ്ഞതിനു ശേഷം ചതിയും വിശ്വാസവഞ്ചനയും ദ്രോഹവുമായി തോന്നി. അവരോട് ഒരു കാലത്ത് ഞാൻ ക്ഷമിക്കില്ല. നിങ്ങളെക്കാളും കൂടുതൽ ദേഷ്യം എനിക്കുണ്ട്. ഇവിടുന്ന് ഒരാളും അങ്ങോട്ട് പോവരുത്. അവളുടെ അഭിനയം കണ്ട് അവളുടെ വലയിൽ വീടരുത്. ഇന്നേ ദിവസം കൊണ്ട് ആ ആവനിക്ക് നമ്മൾ പൂർണ്ണമായും അവരെ ഉപേക്ഷിച്ചു എന്നുള്ള കാര്യം മനസ്സിലാവണം. ക്ഷമ ചോദിക്കണമെങ്കിൽ പോലും അതിനൊരു അർഹത വേണം. അവരതുപോലും ഇല്ലാത്തവരാണ്. നമ്മുടെ വംശത്തോട്, നമ്മുടെ കുടുംബത്തോട് ദ്രോഹം ചെയ്തവരല്ലേ അവര്. അവരെ അകറ്റി നിർത്തുന്നതാണ് നല്ലത്. ഭഗവാനെ, ഇപ്പോഴെന്റെ മനസ്സിന് സമാധാനമായേ. ഈ വ്രതത്തില് സാധാരണ പെണ്ണുങ്ങൾക്ക് മാത്രമാണ് വസ്ത്രം കൊടുക്കാറ്. നമുക്കെല്ലാവർക്കും വാങ്ങിയത് എന്തിനാ? ആവണി അത്രയ്ക്ക് പ്രിപ്പയർഡ് ആയിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. എന്താകുമോ എന്തോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അവര് വാങ്ങിയ വസ്ത്രങ്ങൾ ആഗ്രഹിക്കുന്ന ഒരാളും ഇവിടെ ഇല്ലെന്ന് കുറച്ചുകൂടെ സമയം കഴിഞ്ഞാ അവനിക്കത് മനസ്സിലായിക്കോളും. അതിൽ കൂടുതൽ ഒന്നും സംഭവിക്കില്ല. മുമ്പ് പല സന്ദർഭങ്ങളിലും ആവനി അവസാന നിമിഷം ട്വിസ്റ്റ് വന്നിട്ടുണ്ട്. അവൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമെന്ന എന്റെ സംശയം. ശരി, എന്താവൂന്നുള്ളത് നോക്കാം. വീട്ടിൽ നിന്ന് ഒരാളും വരില്ല എന്ന് പറഞ്ഞു. ചേച്ചിയോട് ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞിരുന്നു. ചേച്ചി ഇതുവരെ എത്തിയില്ല. എന്ത് വേണമെന്ന് മനസ്സിലാവുന്നില്ല. ഇതെന്താ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ? തിരുമേനി ഇതുവരെയായിട്ടും വരാത്തതിന്റെ ടെൻഷനാണോ തനിക്ക്? തിരുമേനിയുടെ കാര്യത്തിലല്ല ഏട്ടാ. ചേച്ചി ഇതുവരെ വരാത്തതിലൊരു ടെൻഷനുണ്ട്. ഫോൺ ചെയ്തിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല. അപ്പോ പൂജ ഇനിയിപ്പോ എങ്ങനെ തുടങ്ങുക? അതാ എന്റെയും ടെൻഷൻ. നോക്കാവനി, ദേ തിരുമേനി ഇങ്ങോട്ടേക്ക് വരുന്നു. എല്ലാം ഞാൻ അമ്മയെ ഭരമേൽപ്പിച്ചതല്ലേ. എല്ലാം അമ്മയുടെ ഇച്ഛ പോലെ നടക്കും. നമസ്കാരം മോനെ. നമസ്കാരം തിരുമേനി. നമസ്കാരം മോളെ. നമസ്കാരം മോളെ, പൂജയ്ക്കുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കിയിട്ടില്ലേ? ഒരുക്കി വെച്ചിട്ടുണ്ട് തിരുമേനി. അതെ അമ്മേ, തിരുമേനി വന്നിട്ടുണ്ട്. അല്ല,
നിങ്ങൾ മാത്രമുള്ളോ? ബാക്കിയുള്ള 11 പേരെവിടെ? ആരെയും കാണുന്നില്ലല്ലോ. ആരും വന്നില്ല തിരുമേനി. അതെന്തു വർത്താനാ മോളെ? 11 വിവാഹിതരായ സ്ത്രീകൾക്ക് കാണിക്ക കൊടുത്താൽ മാത്രമേ ഈ പൂജയ്ക്ക് ഫലം ഉണ്ടാവുള്ളൂ. നിന്റെ താലിക്കും ശക്തി ഉണ്ടാവൂ. അല്ലെങ്കിൽ ഈ വ്രതം നടത്തിയതുകൊണ്ട് യാതൊരു ഫലം ഉണ്ടാവാൻ പോണില്ല. പൂജക്കിടയിൽ അവര് വരുമായിരിക്കും, അല്ലെങ്കിൽ പൂജ കഴിയുമ്പോഴേക്കും അവരെത്തുന്ന എനിക്ക് തോന്നുന്നത് തിരുമേനി. തോന്നണുണ്ടെന്നോ? എന്താ കൊച്ചുകുട്ടികളെ പോലെ സംസാരിക്കുക? അപ്പൊ ആരെ അറിയിച്ചില്ലേ? നിങ്ങളുടെ വീട്ടുകാരെങ്കിലും ഇവിടെ ഉണ്ടാവേണ്ടതല്ലേ? എല്ലാവരെയും വിളിച്ചതാ തിരുമേനി. ആവനി ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അവൾ ഈ വ്രതം നന്നായി എടുത്തിട്ടുമുണ്ട്. ഇനി അതിന്റെ ഫലം എന്താണെന്ന് കാത്തിരുന്ന് കാണാം. അന്നപൂർണ ദേവി എനിക്ക് വിശ്വാസ. അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ ആപത്തിൽ അമ്മ എനിക്ക് എന്തെങ്കിലും ചെറിയ സഹായമെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. നിങ്ങൾ എന്തായാലും പൂജ തുടങ്ങിക്കോളൂ തിരുമേനി. നിങ്ങൾ ഇരുന്നോളൂ. ഓം ഗണാനാം ത്വാ ഗണപതികും ഹവാമഹേ കവിം കവീനാം ഉപമശ്രവസ്തമം ജ്യേഷ്ഠരാജം ബ്രഹ്മണാം ബ്രഹ്മണസ്പതാന ശൃണ്വന്നോതിഭിः സീദസാദനം. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സരസ്വതീ നമസ്തുഭ്യം. മന്ത്രങ്ങളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. അപ്പോ പൂജ തുടങ്ങിയെന്നർത്ഥം. അവൾ എന്ത് വിശ്വാസത്തിലാ നമുക്ക് എല്ലാവർക്കും വസ്ത്രം വാങ്ങിയെന്നുള്ളതും, എന്ത് വിശ്വാസത്തിലാ അവള് പൂജ തുടങ്ങിയെന്നുള്ളതും, അവളുടെ ധൈര്യം എന്താണെന്നുള്ളതും എനിക്കൊന്ന് അറിയണം. വേദവതിയമ്മേ, ഞങ്ങളൊക്കെ ചെറിയവരാ. ഞങ്ങളോട് ഇത്രയ്ക്കും ദേഷ്യം എന്തിനാ? ദയവ് ചെയ്ത് നിങ്ങളെല്ലാവരും മനസ്സ് കാണിച്ച് കുടുംബസമേതം എല്ലാവരും ഇങ്ങോട്ട് വരണം. ഞങ്ങളെ രണ്ടുപേരെയും നിങ്ങൾ ആശീർവദിക്കണം. വരില്ലെന്ന് ഇന്നലെ പറഞ്ഞതല്ലേ? ഇപ്പോഴും അതേ പറയാനുള്ളൂ. നീ ഇത് നടത്തുന്നത് എന്ത് ധൈര്യത്തിലാണെങ്കിലും നീ വിജയകരമായി നടത്തുന്നത് എനിക്കൊന്ന് കാണണം. തിരുമേനി പൂജ നടക്കട്ടെ. തുടങ്ങിക്കോളൂ. ആവട്ടെ മോനെ. മോളെ, എഴുന്നേറ്റ് ആത്മപ്രദക്ഷിണം നടത്തിയാലും. അവസാന ഘട്ടത്തിലേക്ക് എത്തി. ഒരാള് പോലും വന്നിട്ടില്ല. ഈ പൂജയ്ക്ക് യാതൊരു ഫലവും ഉണ്ടാവില്ല. മോളെ,
പൂജ പൂർത്തിയായിരിക്കണം. പൂജ കഴിയുന്നതിനുള്ളിൽ എല്ലാവരും വരുമെന്ന് പറഞ്ഞിരുന്നു. ഒരാൾ പോലും വന്നില്ലല്ലോ. അവരെ വിളിക്കണുണ്ടോ അതോ ഇനി വേറെ ആരെങ്കിലും വരാനുണ്ടോ? കാണിക്ക എത്രയും പെട്ടെന്ന് കൊടുക്കേണ്ടതാണ്. അധികം വൈകാണ്ട് ആ ചടങ്ങ് നടത്തിയാലേ അതിന് ഫലം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അതൊരു പ്രശ്നമാവും മോളെ. മോള്